ഇടുക്കി ദേവികുളത്തെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ എന്ന കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. മുക്കം സ്വദേശി ജോർജിന്റെ വീട്ടുമുറ്റത്താണ് പടയപ്പ എത്തിയത്. പുലർച്ചെ 3 മണിയോടെയാണ് ആന ഗേറ്റ് കടന്ന് വീട്ടുമുറ്റത്ത് എത്തിയത്. വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം. സന്ദീപ് രാജാക്കാട്, പടയപ്പയുടെ വരവ് ഞാനൊന്നിങ്ങനെ ആകാംക്ഷയോടെ കണ്ടു നിൽക്കുകയായിരുന്നു. ഒരു നിത്യ സന്ദർശകൻ വരുന്നത് പോലെ ഗേറ്റൊക്കെ ആ മുൻകാലുകൊണ്ടൊന്ന് ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറി അവിടെ നിന്നിരുന്ന ചെടിയൊക്കെ ഒന്ന് പറിച്ച് വായിലാക്കി വരുന്ന പടയപ്പ. ആ ഒരു വരവ് കാണാനൊരു ചന്തമൊക്കെയുണ്ട്. പക്ഷെ അത് ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ലല്ലോ. ഇപ്പോൾ പടയപ്പ എവിടെയുണ്ട്? അവിടെ നിന്ന് പോയോ? ഗുഡ് മോർണിംഗ് സുജയ പാർവതി. പടയപ്പ ദേവികുളത്ത് പരിസര പ്രദേശങ്ങളിലുമായിട്ട് തന്നെ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഈ മേഖലയിലേക്ക് പടയപ്പ മൂന്നാർ, മറയൂർ ഒക്കെ ചുറ്റി സഞ്ചരിച്ച് ദേവികുളത്തേക്ക് എത്തും. ദേവികുളത്ത് നിന്ന് വീണ്ടും മൂന്നാറിലേക്ക് വരും. മൂന്നാറിൽ നിന്ന് മറയൂർ, കാന്തല്ലൂർ മേഖല, ഇങ്ങനെയാണ് പടയപ്പയുടെ ഇപ്പോഴത്തെ ഒരു സഞ്ചാരം. എന്തായിരുന്നാലും ജനവാസ മേഖലയിൽ നിരവധിയായിട്ടുള്ള നാശനഷ്ടങ്ങൾ വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും ഈ മുക്കത്ത് ജോർജ് ഏട്ടൻ്റെ വീട്ടിലേക്ക് 13ാമത്തെ തവണയാണ് പടയപ്പ എത്തുന്നത്. ഇതുവരെ മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ഈ 13 തവണയും ഇവിടെ വന്ന് സന്ദർശിച്ച് മടങ്ങുക, സമീപത്തുള്ള ചെടികളൊക്കെ ഭക്ഷിക്കുക. ഇതിന് ഈ വീടിന് താഴ്വശത്തായിട്ട് കുറച്ച് പച്ചപ്പുണ്ട്. ആ പച്ചപ്പിലേക്ക് ഇറങ്ങും. അവിടെ നല്ല തണുപ്പുണ്ട്. ആ തണുപ്പിലൊക്കെ കുറച്ച് നേരം നിൽക്കും. അതിനുശേഷം തൊട്ട് ചേർന്നുള്ള പുൽമേടുകളിൽ അല്പനേരം മേഞ്ഞ് നടക്കുക. അങ്ങനെയാണ് പടയപ്പയുടെ ഈ ദേവികുളത്ത് മുക്കത്തെ ജോർജ് ഏട്ടൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഉള്ള ഒരു ദിനചര്യ എന്ന് പറയുന്നത്. കഴിഞ്ഞതിൻ്റെ മുമ്പലത്തെ തവണ എത്തിയപ്പോൾ ദേവികുളത്തെ റേഷൻ കടയ്ക്ക് നേരെ ചെറിയ ആക്രമണമൊക്കെ നടത്തിയെങ്കിൽ പോലും ഈ മുക്കത്ത് ജോർജിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ വലിയ നാശനഷ്ടങ്ങൾ വരുത്താതെ സമീപത്തേക്ക് മാറി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായിരുന്നാലും പടയപ്പയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ഈ മൂന്നാറിലൊക്കെ നിലനിൽക്കുകയാണ്. ഇടയ്ക്ക് മതപ്പാടുണ്ടായിരുന്ന സമയത്ത് പ്രത്യേക RRT സംഘം തന്നെ പടയപ്പയെ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. മറയൂർ, കാന്തല്ലൂർ മേഖല, ഒപ്പം തന്നെ മൂന്നാറിൻ്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്നു. എസ്റ്റേറ്റ് തൊഴിലാളികളുടെ കൃഷി നശിപ്പിക്കുന്നു, വാഴകൾ വ്യാപകമായി നശിപ്പിക്കുന്നു, വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള ആക്രമണ സ്വഭാവം ഇപ്പോൾ പടയപ്പയിൽ രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഈ ദേവികുളത്തെ മുക്കത്തെ ജോർജിൻ്റെ വീടിന് നേരെ ഇതുവരെ ആക്രമണം ഉണ്ടായിട്ടില്ല. എന്നാൽ തുടർച്ചയായി ഏതാണ്ട് 13ാമത്തെ തവണയാണ് ഇപ്പോൾ എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പടയപ്പ ദേവികുളം, മൂന്നാർ മേഖലയിലെ ആളുകളുടെ ഒരു പ്രിയപ്പെട്ട ആന തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും ആക്രമണ സ്വഭാവം ഉണ്ടായതോടുകൂടിയാണ് ഈ പടയപ്പയും ഒരു ആശങ്കയായി തോട്ടം തൊഴിലാളികൾക്കിടയിൽ ഒരു ഭീതി ഉയർത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായിരുന്നാലും പടയപ്പ അടക്കമുള്ള മറ്റു കാട്ടാനകളും ജനവാസ മേഖലയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അടിയന്തര ഇടപെടൽ ഉണ്ടാക്കണമെന്ന ആവശ്യവും പ്രതിഷേധവും ഈ മേഖലയിൽ ഉയർന്നു വരുന്നുണ്ട്. നിരവധിയായിട്ടുള്ള ആളുകൾക്ക് മറയൂരിലും മൂന്നാറിലും അടക്കം കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യവും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാട്ടാനകളെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ കാട്ടിൽ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് തോട്ടം തൊഴിലാളികളും നാട്ടുകാരും മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാൻ തന്നെ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സുജിയ പാർവതി. ഓക്കെ, പടയപ്പയുടെ വരവ്, ജോർജിന്റെ വീട്ടിലെ ഒരു സ്ഥിരം സന്ദർശകനാണ്. 13ാമത്തെ തവണയാണ് പടയപ്പ ഇതുപോലെ ഈ ഗേറ്റും തുറന്ന് വരുന്നത്. ആ ഒരു ഭാഗത്ത് തന്നെ പടയപ്പ കറങ്ങി നടക്കുകയുമാണ്. അപ്പോൾ പടയപ്പയുടെ ഒരു പേടി എവിടെ നിൽക്കുന്നു? അതോടെ